ഹായ് ചിൽഡ്രൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എ ഗിഫ്റ്റ് ഓഫ് ചപ്പൽസ് എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിൻ്റെ വീഡിയോ കാണാത്തവർ അത് ആദ്യം കാണണം, എന്നിട്ട് ഈ പാർട്ട് കാണണം. ഇത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഹണികോംബ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ മൃദു ക്രപ്റ്റ് അപ് ടു ദ വിൻഡോ. മൃദു എന്ത് ചെയ്തു? വിൻഡോൻ്റെ അടുത്ത് പോയി. ഉള്ളിൽ ലല്ലിയും മ്യൂസിക് മാസ്റ്ററും ഉണ്ട്. മ്യൂസിക് മാസ്റ്റർ ലല്ലിയെ വയലിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലല്ലി വാസ് സിറ്റിംഗ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ. ലല്ലി കുറച്ച് മാറിയായിരിക്കുന്നത്. ഓക്വേർഡ്ലി ഹോൾഡിങ് ഹർ വയലിൻ ആൻഡ് ബോ സ്ട്രിങ്. വയലിൻ പിടിച്ചിരിക്കുന്നതൊന്നും കറക്റ്റല്ല. ഹെർ എൽബോസ് ജട്ടിങ് ഔട്ട്. എൽബോ ഒക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട്. ഹെർ ഐസ് ഗേസ് വിത്ത് കോൺസെൻട്രേഷൻ. ആ കണ്ണുകൊണ്ട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. In front of her, with most of his back towards the window, was a bony figure of music master. ലല്ലീൻ്റെ ഫ്രണ്ടിൽ വിൻഡോയിലോട്ട് പുറം തിരിഞ്ഞുകൊണ്ട് ഒരാളിരിക്കുന്നുണ്ട്, ഒരു മെലിഞ്ഞ ആളിരിക്കുന്നുണ്ട്. അതാണ് മ്യൂസിക് മാസ്റ്റർ. ഈ ഹാഡ് മോസ്റ്റ്ലി എ ബാൾ ഹെഡ്. തലയിൽ മുടിയൊന്നുമില്ല. ആൻഡ് എ ഫ്രിഞ്ച് ഓഫ് ഓയിൽ ബ്ലാക്ക് ഹെയർ ഫോളിങ് അറൗണ്ട് ഹിസ് ഇയേഴ്സ്. കുറേശ്ശെ മുടികൾ ഈ 4 ചുറ്റിലുമുണ്ട്, സൈഡിലൊക്കെ. ആ മുടികൾ ചെവീൻ്റെ മുകളിൽ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആ മുടിയിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ബ്ലാക്ക് ഹെയറാണ്. ദെൻ ഓൾഡ് ഫാഷൻ ടഫ്റ്റാണ്. പിന്നെ ഗോൾഡ് ചെയിൻ അറൗണ്ട് ഹിസ് നെക്കിന് ചുറ്റും ഒരു ഗോൾഡ് ചെയിൻ ഉണ്ട്. ആൻഡ് ഡയമണ്ട് റിംഗ് ഗ്ലിറ്റേർഡ് ഓൺ ഹിസ് ഹാൻഡ് ആസ് ഹി ഗ്ലൈഡഡ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെം ഓഫ് ദ വയലിൻ. വയലിനിൽ ഇങ്ങനെ മുകളിലേക്കും താഴത്തോട്ടും ഇങ്ങനെ കൈ നീക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കൈ വിരലിലുള്ള ഒരു റിങ്, ഡയമണ്ട് റിങ്, അത് നന്നായിട്ട് ഷൈൻ ചെയ്യുന്നുണ്ട്, തിളങ്ങുന്നുണ്ട്. ആൻഡ് ലാർജ് ഫുഡ് സ്റ്റക്ക് out from beneath his gold bordered വേഷ്ടി എന്ന് പറഞ്ഞാൽ മുണ്ടിൻ്റെ ഗോൾഡ് ബോർഡറുള്ള ആ മുണ്ടിൻ്റെ അടിയിലൂടെ ഒരു കാല് പുറത്തോട്ട് കാണുന്നുണ്ട്. ആൻഡ് ഹി വാസ് ബീറ്റിംഗ് ടൈം ഓൺ ദ ഫ്ലോർ വിത്ത് സ്ട്രോണി ബിഗ് ടോ. അതിൻ്റെ ഒരു മെലിഞ്ഞ് നീണ്ട ടോ കൊണ്ട്, തള്ളവിരലുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിലത്തിങ്ങനെ കൊട്ടുന്നുമുണ്ട്. ആ താളത്തിനനുസരിച്ചായിരിക്കാം. പിന്നെ ഹി പ്ലേഡ് എ ഫ്യൂ നോട്ട്സ്. കുറച്ച് നോട്ട്സുകൾ, കുറച്ച് വയലിൻ വായിച്ചു മ്യൂസിക് മാസ്റ്റർ. ലല്ലി സ്റ്റംബിൾ ബിഹൈൻഡ് വിത്ത് ഹെർ വയലിൻ വിച്ച് ലുക്ക്ഡ് ക്വൈറ്റ് ഹെൽപ്ലെസ് ആൻഡ് അൺഹാപ്പി ഇൻ ഹെർ ഹാൻഡ്സ്. അപ്പോൾ വയലിൻ വായിക്കുന്നുണ്ട് ലല്ലി, പക്ഷേ കറക്റ്റല്ല. അതുപോലെ തന്നെ ഷീ ഈസ് ഹെൽപ്ലെസ്. അവൾക്ക് വായിക്കാൻ പറ്റുന്നില്ല ശരിക്കും. മാസ്റ്ററാണെങ്കിൽ നന്നായി അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ട്. വാട്ട് എ ഡിഫറൻസ്! ഭയങ്കര ഡിഫറൻസ് ആയിരിക്കുന്നു. മാസ്റ്റേഴ്സ് നോട്ട്സ് വെർ സീംഡ് ടു ഫ്ലോട്ട് അപ്പ് ആൻഡ് സെറ്റിൽ പെർഫെക്റ്റ്ലി ഇൻ ടു ദ ഇൻവിസിബിൾ ട്രാക്സ് ഓഫ് ദ മെലഡി. മെലഡിയുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ആ ട്രാക്കിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആകുന്നുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ദ വീൽസ് ഓഫ് എ ട്രെയിൻ ഫിറ്റിംഗ് സ്മൂത്ത്ലി ഇൻ ടു ദ റെയിൽസ് വിസിങ് അലോങ്. അപ്പം സ്മൂത്തായിട്ട് പോകുന്ന റെയിൽ പാളത്തിൽ കൂടെ പോകുന്ന ഒരു ട്രെയിൻ, അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. മാസ്റ്ററിൻ്റെ മ്യൂസിക് നല്ല സ്മൂത്തായി പോകുന്നുണ്ട്. രവി അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. അത് ഫസ്റ്റ് പാർട്ടിലുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മൃദു സ്റ്റേഡ് അറ്റ് ദ ഹ്യൂജ് ബെറിഞ്ച്ഡ് ആൻഡ് ഹാൻഡ് മൂവിങ് എഫേർട്ട്ലെസ്ലി അപ്പ് ദ വയലിൻ സ്റ്റെം മേക്കിംഗ് ലവ്ലി മ്യൂസിക്. അപ്പോൾ ഈ മ്യൂസിക് മാസ്റ്ററിൻ്റെ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള, ഒരു പ്രയാസം ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വായിക്കുന്നത് മൃദു ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ മാസ്റ്റർ വായിക്കുന്നത്, അപ്പോൾ സ്ക്വാക്ക് ഒരു സൗണ്ട് വന്നു. ദർ വാസ് ലല്ലി ഡീറെയിലിംഗ് അഗെയിൻ. അപ്പോൾ ലല്ലി വായിച്ചപ്പോഴാണ് ഡീറെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയില്ല എന്നർത്ഥം. ഡീറെയിൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പാളം തെറ്റുന്നതൊക്കെയാണ്. അപ്പോൾ ഈ ലല്ലിയുടെ ട്രെയിൻ പാളം തെറ്റിക്കുന്നത്, അതായത് ലല്ലി വായിച്ചത് കറക്റ്റ് ആയില്ല. അമ്മ കോൾ കെയിം എ വെയിൽ ഫ്രം ദ ഗേറ്റിൽ നിന്ന് ഒരു കോൾ വന്നു. ആരെങ്ങാണ്ട് വിളിക്കുന്ന സൗണ്ട് വന്നു. അമ്മ, ഓ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. രവി സെൻഡ് ദാറ്റ് ബെഗർ എവേ. അപ്പോൾ
ഹിസ് മദർ ഫ്രം ദ ബാക്ക് വരാന്തയുടെ പുറകിൽ നിന്ന് പുറകിലെ വരാന്തയിൽ നിന്ന് അമ്മ രവിനെ വിളിച്ചിട്ട് പറയുന്നു, രവി സെൻഡ് ദാറ്റ് ബെഗർ അവേ, ആ ഭിക്ഷക്കാരനെ പറഞ്ഞു വിടും, പോവാൻ പറ. വേർ ഷീ വാസ് ചാറ്റിംഗ് വിത്ത് താപ്പിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹി ഹാസ് ബീൻ കമ്മിങ് ഹിയർ എവറി ഡേ ഫോർ ദ പാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ആ ബെഗർ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈം ഹി ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു വീട് കണ്ടുപിടിച്ചോട്ടെ ആ ബെഗർ ഭിക്ഷ എടുക്കാനായിട്ട്. പാർട്ടി എക്സ്പ്ലെയിൻ ടു താപ്പി. പാർട്ടി താപ്പിയോട് പറഞ്ഞു, അങ്ങനെ എല്ലാ ദിവസവും വരുന്നുണ്ട്, ഇനിയിപ്പോൾ കുറേ ദിവസമായി, ഇനി വേറെ ഏതെങ്കിലും വീട് കണ്ടുപിടിച്ചോട്ടെ. മൃദു ആൻഡ് മീന ഫോളോഡ് രവി. രവി പോയപ്പോൾ രവീൻ്റെ കൂടെ മൃദുവും മീനയും കൂടി പോയി. ദ ബെഗർ വാസ് ഓൾറെഡി ഇൻ ദ ഗാർഡനിലെത്തിയിട്ടുണ്ടായിരുന്നു, മേക്കിംഗ് ഹിംസെൽഫ് ക്വയറ്റ് അറ്റ് ഹോം. അപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അവിടെ. ഹീ സ്പ്രെഡ് ഹിസ് അപ്പർ ക്ലോത്ത് അണ്ടർ ദ നീം ട്രീ. മുകളിലുള്ള ആ ഡ്രസ്സ് താഴെ വിരിച്ചു. മുണ്ടായിരിക്കാം, മുകളിലുള്ള ഒരു മുണ്ടായിരിക്കാം. അത് എന്താണ് നീം ട്രീ എന്ന് പറഞ്ഞാൽ വേപ്പിൻ്റെ മരത്തിൻ്റെ താഴെ വിരിച്ചു. ആൻഡ് ഹി വാസ് ലീനിങ് അഗെയിൻസ്റ്റ് ദ ട്രങ്ക്. ആ മരത്തിനോട് ചാരി ഉറങ്ങാനുള്ള പരിപാടിയായിരുന്നു. അപ്പറൻ്റ്ലി പ്രിപ്പയർഡ് ടു ടേക്ക് എ ലിറ്റിൽ സ്നൂസ്, ചെറുതായിട്ട് ഉറങ്ങാൻ, ഒന്ന് മയങ്ങാൻ. ആസ് ഹി വെയിറ്റഡ് ആംസ് ടു അപ്പിയർ. ആംസ് എന്ന് പറയുന്നത് ഭിക്ഷ എന്തെങ്കിലും വരുന്നത് വരെ അവിടെ ഇരുന്ന് ഉറങ്ങാം അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഗോ എവേ രവി സെഡ് രവി സ്റ്റേൺലി. അപ്പോൾ രവി പോയിട്ട് പറഞ്ഞു, ഓർക്കത്ത് പറഞ്ഞു, ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. മൈ പാർട്ടി സേസ് ഇറ്റ്സ് ടൈം യു ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം. അപ്പോൾ പാർട്ടി പറയുന്നു, നിങ്ങൾ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി ഭിക്ഷ ചായച്ചോളാൻ. The beggar opened his eyes wide and gazed at each children one by one. അപ്പോൾ കണ്ണ് തുറന്നിട്ട് ഓരോ 3 കുട്ടികളുണ്ടല്ലോ, ആ 3 കുട്ടിയും വേറെ മാറി മാറി നോക്കി. The ladies of this house, he said at last in voice choked with feeling. അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു, the ladies of the house are വെരി കൈൻഡ് സോൾസ്. അവർ ഭയങ്കര ദയാലുക്കളായ ആത്മാക്കളാണ്. they have kept my body and soul together on their generosity for the whole week. ഒരാഴ്ച മൊത്തം അവർ തന്നത് കഴിച്ചിട്ടാണ് ഞാൻ വിശപ്പടക്കിയതും. അങ്ങനെ എൻ്റെ ബോഡിയും സോളും ഒക്കെ എല്ലാ എൻ്റെ കാര്യങ്ങളും എനിക്ക് വേണ്ടതെല്ലാം ഈ ഒരാഴ്ച എനിക്ക് തന്നിരുന്നു എന്നാണ്. ഐ ഹാവ് കെപ്റ്റ് മൈ ബോഡി ആൻഡ് സോൾ ടുഗെദർ ഓൺ ദെയർ ജനറോസിറ്റി. അവരുടെ ദയയിലാണ് ഞാൻ ഈ ഒരാഴ്ച മൊത്തം ജീവിച്ചത്. ഐ കെ നോട്ട് ബിലീവ് ദാറ്റ് ദേ വുഡ് ടേൺ മീ അവേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരെന്നെ ഓടിച്ചു വിടുമെന്ന്. ഹി റേസ്ഡ് ഹിസ് വോയിസ്. കുറച്ചും കൂടി ഉറക്കെ പറയാൻ തുടങ്ങി. അമ്മ അമ്മ, ഓ അമ്മ, അങ്ങനെ വിളിക്കാൻ തുടങ്ങി പിന്നെയും. ആൻഡ് സാഡ് ഹിസ് വെയിൽ മൈറ്റ് ബി. വെയിൽ എന്ന് പറഞ്ഞാൽ കോളിങ് അല്ലെങ്കിൽ പറയുന്നത്. സാഡായി തോന്നിയിരുന്നെങ്കിലും പക്ഷേ സെർട്ടൺലി ഇറ്റ് വാസ് ഇൻ ഫീബിൾ. ഭയങ്കര മെല്ലെ ആയിരുന്നില്ല, ഉറച്ചായിരുന്നു പറയുന്നുണ്ടായിരുന്നു. ഹി ബിഗാൻ ഇൻ എ ഡീപ്പ് സ്ട്രോങ് rumble somewhere in the withered belly and came booming out his mouth with his chewing remaining teeth stained brown with beetle chewing. അയാളുടെ വയറിനെ കുറിച്ചും അയാളുടെ പല്ലുകളെക്കുറിച്ചും പല്ലിൽ പിടിച്ചിരിക്കുന്ന, അതായത് ഈ വെറ്റില ചവച്ച് കറയിൽ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അവിടെ. ഓക്കെ, അങ്ങനെ അയാളോട് പോകാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരാഴ്ചയായിട്ട് ഇവർ തരുന്നതുകൊണ്ടാണ് ജീവിച്ചത്. അവരൊക്കെ ഇവിടെയുള്ള ലേഡീസെല്ലാം, വീട്ടിലുള്ള ലേഡീസെല്ലാം ഭയങ്കര കൈൻഡാണ്. അവർ എന്നെ ഓടിച്ചു വിടുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് പിന്നെ അവർ അമ്മ എന്ന് വിളിച്ചു. രവി ടെൽ ഹിം ദർ ഇസ് നത്തിങ് ഇൻ ദ കിച്ചൺ. അപ്പോൾ പിന്നെയും പറഞ്ഞു, രുക്കുമണി വീട്ടിനുള്ളിൽ നിന്ന് ഉറച്ചു പറഞ്ഞു. രവി ടെൽ ഹിം ദർ ഈസ് നത്തിങ് ഇൻ ദ കിച്ചൺ. കിച്ചണിൽ ഒന്നുമില്ല എന്ന് പറയാൻ പറഞ്ഞു. ആൻഡ് ഹി ഈസ് നോട്ട് ടു കം അഗെയിൻ ടെൽ ഹിം ദാറ്റ്. ഇവിടെ പിന്നെ തിരിച്ചു വരരുത്, ഇനിയും വരരുത്, അതും കൂടി പറഞ്ഞാലാൻ പറഞ്ഞു. ഷീ സൗണ്ടഡ് ഫെഡ് അപ്പ്. മതിയായിട്ടുള്ള പറച്ചിലായിരുന്നു അത്. ഒരാഴ്ചയായിട്ട് ചെയ്തു, ഇനിയും ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
രവി ഡിൻറ്റ് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് ഓൾ ടു ദ ബെഗർ. ബെഗറിനോട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഉറച്ചായിട്ടും പറഞ്ഞിരുന്നത്. അപ്പോൾ ബെഗറും കേട്ടു, എല്ലാവരും കേട്ടു. ആൻഡ് വാട്ട് ഹിസ് മദർ സെഡ് ഹാഡ് ബീൻ ഈസി ഫോർ ദം ഓൾ ടു ഹിയർ. അപ്പോൾ എല്ലാവർക്കും കേൾക്കാമായിരുന്നു. അപ്പോൾ അത്ര ഉറച്ചായിരുന്നു പറഞ്ഞ. രുക്മിണി എന്ന് പറഞ്ഞാൽ രവീൻ്റെ മദറാണ്. ദെയർ അണ്ടർ ദ നീം ട്രീലിൻ്റെ താഴത്തുണ്ടായിരുന്നു, എല്ലാവരും കേട്ടു. ഇവർ 3 പിള്ളേരും ഉണ്ടായിരുന്നു, ബെഗറും ഉണ്ടായിരുന്നു, എല്ലാവരും കേട്ടു. ദ ബെഗർ സാറ്റ് അപ്പ് ആൻഡ് സൈഡ്. എണീറ്റ് ഇരുന്നിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. ഐൽ ഗോ ഞാൻ പോവാം സേഡ് വിയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തോടെ കോപത്തോടെ പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു. ഓൺലി ലെറ്റ് മീ ഹാവ് റെസ്റ്റ് ഹിയർ അണ്ടർ ദിസ് ട്രീ. കുറച്ച് നേരം ഞാൻ ഈ മരത്തിൻ്റെ താഴെ റെസ്റ്റ് ചെയ്തോട്ടെ. ദ സൺ ഈസ് സോ ഹോട്ട്. സൂര്യൻ ഭയങ്കര ചൂടാണ് പുറത്ത്. ആൻഡ് ടാർ ഹാസ് മെൽറ്റഡ് ഓൺ ദ റോഡിലെ ടാറൊക്കെ ഭയങ്കരമായിട്ട് ഉരുകിയിരിക്കുകയാണ്. മൈ ഫീറ്റ് ആർ ഓൾറെഡി ബ്ലിസ്റ്റേർഡ്. എൻ്റെ കാലിലൊക്കെ പൊള്ളം വന്നു കഴിഞ്ഞു. ഹി സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഫീറ്റ് ടു ഷോ ലാർജ് പിങ്ക് പീലിംഗ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സോൾസ് ഓഫ് ദ ബെയർ ഫീറ്റ്. അയാൾ ചെരുപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ചെരുപ്പില്ലാത്ത ആ കാലിൽ കുറേ പൊള്ളങ്ങൾ, വലിയ പിങ്ക് കളറിലുള്ള പൊള്ളങ്ങൾ കാണാമായിരുന്നു. അത് കാണിച്ചു. ആൻഡ് ഐ സപ്പോസ് ഹി ഡസൻറ്റ് ഹാവ് മണി ടു ബൈ ചപ്പൽസ്, മൃദു വിസ്പേർഡ് ടു മീന ആൻഡ് രവി. മീനയോട് രവിയുടെ ചെവിയിൽ ഈ മൃദു സ്വകാര്യമായിട്ട് പറഞ്ഞു, അയാളുടെ അടുത്ത് ചപ്പൽ വാങ്ങാനുള്ള പൈസ ഇല്ലാന്ന് തോന്നുന്നു. ഹാവ് യു ഗോട്ട് എൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവെയർ. നിങ്ങൾ വീട്ടിൽ എവിടെയെങ്കിലും ഒരു പഴയ ചപ്പൽ എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നും മൃദു ചോദിച്ചു. ഐ ഡോണ്ട് നോ രവി സെഡ്. രവി പറഞ്ഞു, എനിക്കറിയില്ല. മൈൻ ആർ ടു സ്മോൾ ടു ഫിറ്റ് ഹിസ് ഫീറ്റ്. അപ്പോൾ എൻ്റെ ചപ്പൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, അയാൾക്ക് അത് പാകാവില്ല. ഓർ ഐ വുഡ് ഹാവ് ഗിവൻ ദം ടു ഹിം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊടുത്തേനെ. ആൻഡ് ഹിസ് ഫീറ്റ് വേർ ലാർജർ ദാൻ മൃദൂസ് ആൻഡ് മീനാസ്. അത് രവീൻ്റെ ഫീറ്റ് എന്ന് പറയുന്നത്, കാലെന്ന് പറയുന്നത് മീനയുടെയും മൃദുവിനേക്കാളും വലുതാണ്. എന്നിട്ടും അത് ബെഗറിന്, ആ ഭിക്ഷക്കാരന് പാകാവില്ല. അപ്പോൾ ഇവർ 3 പേരുടെയും ചപ്പൽ അയാൾക്ക് പാകാവില്ല. ദ ബെഗർ വാസ് ഷേക്കിംഗ് ഔട്ട് ഹിസ് അപ്പർ ക്ലോത്ത് ഒന്ന് ഷേക്ക് ചെയ്ത്, അത് നിലത്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുടഞ്ഞിട്ട് വാസ് ടൈറ്റനിങ് ഹിസ് ധോത്തി മുണ്ടൊന്ന് മുറുക്കി കൊടുത്ത്. ആൻഡ് ഹി റേസ്ഡ് ഹിസ് ഐസ് ആൻഡ് ലുക്ക് ടു ഫിയർഫുള്ളി അറ്റ് ദ റോഡിലോട്ട് നോക്കി. ഭയങ്കര പേടിയോടെ നോക്കി. എന്താ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ റോഡിലെ ടാറെല്ലാം ഉരുക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നടന്ന് ഫിയർഫുള്ളി റോഡിലോട്ട് നോക്കി. ഗ്ലീമിങ് ഇൻ ദ ആഫ്റ്റർനൂൺ ഹീറ്റ്. ഈ ഗ്ലീമിങ് എന്ന് പറഞ്ഞാൽ ഷൈനിങ്. ആഫ്റ്റർനൂണിലെ ഈ ചൂടിലിങ്ങനെ തിളങ്ങിയായിരുന്നു റോഡ്. അത് ഫിയർഫുള്ളി റോഡിലോട്ടൊന്ന് നോക്കി എന്ന് പറയാം. അപ്പോൾ ഹി നീഡ്സ് സംതിങ് ഓൺ ഹിസ് ഫീറ്റ്. മീന സെഡ്. മീന പറഞ്ഞു, അയാളുടെ കാലിൽ എന്തെങ്കിലും ഒന്ന് വേണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചൂടുള്ള സമയത്ത് റോഡിലൂടെ നടന്നു പോകാൻ. അപ്പോൾ ഹെർ ബിഗ് ഐസ് ഫില്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീര് വന്നു എന്നാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ഫെയർ. ഇത് ശരിയല്ല. അയാൾക്ക് ഒന്നുമില്ല, കാലിൽ നടന്ന് പോകൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ ഹി നീഡ്സ് സംതിങ് ഓൺ ഹിസ് ഫീറ്റ്. അപ്പോൾ രവി സെഡ്, മിണ്ടണ്ട, ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. ബ്ലബറിങ്, ഇറ്റ്സ് നോട്ട് ഫെയർ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. നിങ്ങൾ ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഒരു കാര്യമില്ല. ഇൻ 2 minutes ഹി വിൽ ബി ഫ്രൈങ് ഹിസ് ഫീറ്റ് ഓൺ ദാറ്റ് റോഡ്. അപ്പോൾ 2 മിനിറ്റ് അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴേക്കും, 2 മിനിറ്റ് നടക്കുമ്പോഴേക്കും കാലൊക്കെ ഫ്രൈ ആവും അയാളുടെ. വാട്ട് ഹി നീഡ്സ് ഈസ് എ പെയർ ഓഫ് ചപ്പൽസ്. അയാൾക്ക് വേണ്ടത് ഒരു പെയർ ഓഫ് ചപ്പലിൻ്റെ ഒരു ജോഡിയാണ് വേണ്ടത്. സോ വേർ ഡു വി ഗെറ്റ് ദം? അപ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? കം ലെറ്റ് സെർച്ച് ദ ഹൗസ്. നമുക്ക് വീട്ടിലൊന്ന് തിരഞ്ഞു നോക്കാം. ഹി പുഷ്ഡ് മൃദു ആൻഡ് മീന ഇൻ ടു ദ ഹൗസ്. വീട്ടിനുള്ളിലോട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ജസ്റ്റ് ആസ് ഷീ സ്റ്റെപ്ഡ് ഇൻ ടു ദ വരാന്തയിലോട്ട് കയറുമ്പോഴേക്കും മൃദുസ് ഐസ് ഫെൽ ഓൺ ദ ഓൾഡ് ലുക്കിംഗ് ചപ്പൽസ് ഷീ ഹാഡ് നോട്ടീസ്ഡ് വെൻ ഷീ അറൈവ്ഡ്. വന്നപ്പോൾ സ്വന്തം ചപ്പലും വെക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പഴയ ഒരു ചപ്പൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചപ്പലിൽ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ ഷീ വിസ്പേർഡ് ടു ഹിം. രവിയോട് ചോദിച്ചു, ചെവിയിൽ മെല്ലെ ചോദിച്ചു, ഹൂസ് ആർ ദോസ്? ആ ചപ്പൽ ആരുടെയാണ്? അപ്പോൾ രവി തിരിഞ്ഞു, ഗ്ലാൻസ്ഡ് അറ്റ് ദ ഷാബി ലുക്കിംഗ്
ഷാബി അത്ര നല്ലതല്ലാത്ത ചപ്പലാണത്. ഓൾഡാണ്. അതിൽ ഈ വിരലുകളുടെ ഇതൊക്കെ പതിഞ്ഞിട്ടുണ്ട്, അതായത് ഒരുപാട് ഉപയോഗിച്ച ചപ്പലാണ്. ബട്ട് സ്റ്റേഡി ഓൾഡ് സ്ലിപ്പേഴ്സ്, പക്ഷേ സ്ട്രോങ് ആണ്, കുഴപ്പമില്ലാത്ത ചപ്പലാണ്, ഇടാം. അപ്പോൾ അതിലേക്ക് നോക്കി, ഗ്ലാൻസ്ഡ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് നോക്കി. ആൻഡ് ഹി ബീംഡ് ആൻഡ് നോഡഡ്, കുനിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ തലകുനിക്ക്. ദീസ് ആർ ജസ്റ്റ് ദ റൈറ്റ് സൈസ്, ഇത് കറക്റ്റ് സൈസ് ആയിരിക്കും അയാളുടെ. ഹീ സെഡ് പിക്കിംഗ് ദം അപ്പ്. അപ്പോൾ അതെടുത്തു, ആ ചപ്പലെടുത്തു, അത് പറഞ്ഞു ഇത് കറക്റ്റായിരിക്കും. മൃദു ആൻഡ് മീന ഫോളോഡ് ഹിം നെർവസ്ലി ബാക്ക് ഇൻ ടു ദ ഗാർഡൻ. അപ്പോൾ മൃദുവും മീനയും രവീൻ്റെ കൂടെ ഗാർഡനിലാണ് ആ ബെഗറുള്ളത്, അങ്ങോട്ട് പോയി. രവീനെ ഫോളോ ചെയ്ത് അങ്ങോട്ട്. ഹിയർ, അപ്പോൾ രവി പറഞ്ഞു ഇതാ. സെഡ് രവി ടു ദ ബെഗർ, ഡ്രോപ്പിംഗ് ദ സ്ലിപ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓൾഡ് മാൻ. ആ ഓൾഡ് മാൻ ബെഗറിൻ്റെ മുമ്പിൽ ഈ സ്ലിപ്പർ ഇട്ടിട്ട് പറഞ്ഞു ഇതാ എടുത്തോളൂന്നു. വിയർ ദീസ് ആൻഡ് ഡോണ്ട് കം ബാക്ക്. ഇത് ഇട്ടോളൂ, ഇനി ഇങ്ങോട്ട് വരരുത്. ദ ബെഗർ സ്റ്റേഡ് അറ്റ് ദ സ്ലിപ്പേഴ്സ്, സ്ലിപ്പറിൽ നോക്കി. ആൻഡ് ഹറീഡ്ലി ഫ്ലങ് ഹിസ് ടവൽ ഓവർ ഹിസ് ഷോൾഡറിൽ ടവൽ മുകളിലേക്ക് ഇട്ടു, ഷോൾഡറിലിട്ടു. ആൻഡ് പുഷ് ഹിസ് ഫീറ്റ്, ടവലെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തോർത്തായിരിക്കാം അത്. അപ്പോൾ തോളിലിട്ടു. ആൻഡ് പുഷ് ഹിസ് ഫീറ്റ് ഇൻ ടു ദം ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ചെപ്പലിലോട്ട് കാല് കടത്തി എന്നിട്ട് അവിടുന്ന് സ്ഥലം വിട്ടു. മട്ടറിങ് എ ബ്ലെസ്സിങ് ടു ദ ചിൽഡ്രൻ. നന്നായി വരട്ടെ എന്നുള്ള എന്തോ പിറുപിറുത്തുകൊണ്ട് ആ കുട്ടികളെ നന്നായി വരട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് നടന്നുപോയി അവിടുന്ന്. ഇൻ എ മിനിറ്റ് ഹി ഹാഡ് വാനിഷ്ഡ് അറൗണ്ട് ദ കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൻ്റെ കോർണറിൽ നിന്ന് അയാൾ നടന്നുപോയി, പിന്നെ കാണാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ പോയി. And the music teacher came out of the house and looked an unappreciative look at the three of them sitting quietly under the tree. അപ്പോൾ മ്യൂസിക് മാസ്റ്റർ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ 3 പേര് ഇരിക്കുന്ന കണ്ടു മരത്തിന് താഴെ. അവർ വലിയ രസമില്ലാത്ത രീതിയിൽ നോക്കി. അൺഅപ്രീഷിയേറ്റീവ് ലുക്സ് എന്ന് പറയുന്നത് രസമില്ലാത്ത രീതിയിൽ നോക്കി. ആൻഡ് പ്ലേയിങ് മാർബിൾസ്, അവർ ഈ ഗോലി കളിക്കുക, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകും, മാർബിൾസ് ഗോട്ടി കളിക്കുകയായിരിക്കും. ദെൻ ഹി സെർച്ച്ഡ് ഫോർ ഹിസ് ചപ്പൽസ് ഇൻ ദ വരാന്തയിൽ മ്യൂസിക് മാസ്റ്ററിൻ്റെ ചപ്പൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചപ്പലാണ് നോക്കുന്നത്. വേർ ഹി ഹാഡ് പുട്ട് ദം, വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് നോക്കി. ലല്ലി, ഹി കോൾഡ് ആഫ്റ്റർ ഫ്യൂ മൊമെൻറ്റ്സ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലല്ലി വിളിച്ചു. ഷീ ഹറീഡ് അപ്പ് ടു ഹിം. അപ്പോൾ ലല്ലി വേഗം ഓടി വന്നു മ്യൂസിക് മാസ്റ്റർ അടുത്തോട്ട്. ആൻഡ് ഹാവ് യു സീൻ മൈ ചപ്പൽസ് മൈ ഡിയർ? എൻ്റെ ചപ്പൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നീ കണ്ടോ എന്ന് ചോദിച്ചു. ഐ റിമെമ്പർ ഹാവിങ് കെപ്റ്റ് ദം ഹിയർ. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വെച്ചതെന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞു. രവി, മൃദു ആൻഡ് മീന സൈലൻ്റ്ലി വാച്ച്ഡ് ലല്ലി ആൻഡ് ദ മ്യൂസിക് മാസ്റ്റർ സെർച്ച് എവറി കോർണർ ഓഫ് ദ വരാന്ത. വരാന്തയിൽ എല്ലാവിടെയും ഇവർ രണ്ടുപേരും നോക്കി. ഹി സ്കൊറീഡ് അറൗണ്ട് ലുക്കിംഗ് ഓവർ ദ റെയിലിങ്ങിൻ്റെ മുകളിലും ക്രൗച്ചിങ് നിയർ ദ ഫ്ലവർ പോട്ട്സിൻ്റെ ഇടയിലും ഒക്കെ നോക്കി. എവിടെയും കാണുന്നില്ല. അപ്പോൾ ബ്രാൻഡ് ന്യൂ ദേവർ. അപ്പോൾ ഈ മ്യൂസിക് മാസ്റ്റർ പറഞ്ഞു വളരെ പുതിയതായിരുന്നു, അത് ബ്രാൻഡ് ന്യൂ ആയിരുന്നു. ഐ വെൻറ്റ് ഓൾ ദ വേ ടു മൗണ്ട് റോഡ് ടു ബൈ ദം. മൗണ്ട് റോഡിൽ പോയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്നതാണ്. ആൻഡ് ഹി വെൻറ്റ് ഓൺ സെയിങ് ദ കോസ്റ്റ് എ ഹോൾ മന്ത്സ് ഫീ. ഡു യു നോ? അത് നിൻ്റെ ഒരു മാസത്തെ ഒരു ഫീസ് വേണം അത് വാങ്ങിക്കാനാണ്, നിനക്കറിയുമോ എന്ന് ലല്ലിയോട് ചോദിക്കുകയാണ്. അപ്പോൾ വളരെ നല്ലതായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ഒരുപാട് കാലം ഉപയോഗിച്ച നല്ലതൊന്നും അല്ലാത്ത ഒരു ചപ്പലായിരുന്നു. എന്നിട്ടും മ്യൂസിക് മാസ്റ്റർ എന്നാണോ പറയാം. ഓക്കെ, സൂൺ ലല്ലി വെൻ ടു ടെൽ ഹെർ മദർ റുക്കുമണി. മദറിനോട് പറയാൻ വേണ്ടിയിട്ട് വേഗം പോയി. ലല്ലി മദറിനോട് പറഞ്ഞു. റുക്കുമണി അപ്പിയേർഡ് ലുക്കിംഗ് ഹറാസ്ഡ് വിത്ത് പാർട്ടി ഫോളോയിങ് ഹെർ. അപ്പോൾ റുക്കുമണി വന്നു, ദേഷ്യം വന്നിരിക്കുന്നത്. പാർട്ടിയും അതിൻ്റെ പിന്നാലെ വന്നു. വെർ കുഡ് ദേ ബി? അത് എവിടെ പോയിട്ടുണ്ടാവാം? ഇറ്റ്സ് റിയലി ക്വൈറ്റ് അപ്സെറ്റിംഗ് ടു തിങ്ക് സംവൺ മൈറ്റ് ഹാവ് സ്റ്റോളൻ ദം. വളരെ അപ്സെറ്റിംഗ് ആയിട്ട് തോന്നുന്നു. ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാവുന്നു, അത് ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവുമോ? സോ മെനി വെൻഡേഴ്സ് കം ടു ദ ഡോർ. അപ്പോൾ പല കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരെല്ലാം ഓരോ സാധനങ്ങളും കൊണ്ട് വിൽക്കാനായിട്ട് വരാറുണ്ട്. അവർ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവും. വറീഡ് പാർട്ടി പറഞ്ഞു അങ്ങനെയൊക്കെ.
അപ്പോൾ രുക്മിണി കോട്ട് ദ സൈറ്റ് ഓഫ് രവി, മൃദു ആൻഡ് മീന സിറ്റിംഗ് അണ്ടർ ദ ട്രീ. അപ്പോൾ രവിയും മീനയും മൃദുവും ഒക്കെ അവിടെ ആ മരത്തിൻ്റെ താഴെ ഇരിക്കുന്നത് അത് കണ്ടു രുക്മിണി. ഹാവ് യു സീൻ ചിൽഡ്രൻ, ഹാവ് യു ചിൽഡ്രൻ ഷീ ബിഗാൻ, ആൻഡ് ദെൻ സീയിങ് ദേ വർ ക്യൂരിയസ്ലി ക്വൈറ്റ്, അവർ ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് വെൻഡ് ഓൺ മോർ സ്ലോലി, വളരെ പതുക്കെയാണ് പറഞ്ഞത്. അവർ സൈലൻ്റ് ആയതുകൊണ്ട് അവർക്ക് കേൾക്കാം. അതുകൊണ്ടാണ് രുക്മിണി മെല്ലെ ചോദിച്ചു, ഹാവ് യു ചിൽഡ്രൻ സീൻ എനി വൺ ലർക്കിംഗ് അറൗണ്ട് ദ വരാന്ത, ആരെങ്കിലും ഇവിടെ ഈ വരാന്തേൻ്റെ അവിടെ ചുറ്റിത്തിരിയണതായിട്ട് നിങ്ങൾ കണ്ടോ, ആരെങ്കിലും ചപ്പലെടുക്കുന്നതായിട്ട് കണ്ടോ? her sharp V-shaped line had formed between her eyebrows. ഐബ്രോസിൻ്റെ ഇടയിൽ ഒരു വി പോലെ ഒരു ഇത് വന്നു, ദേഷ്യം കൊണ്ട്. another straight tighter one appeared in the face of her usually soft pleasant mouth. അതായത് ദേഷ്യം വന്നു. രുക്മിണി was angry. രുക്മിണിക്ക് ദേഷ്യം വന്നു. thought mrudu with a shiver. She wouldn't be so upset if she knew that the poor beggar with sores on his feet, she tried to tell herself. അപ്പം മൃദു വിചാരിച്ചു, ഈ രുക്മിണി ആൻറ്റി ആ ബ്രഗറിൻ്റെ കാല് കാണുമായിരുന്നെങ്കിൽ, ആ സോഴ്സോ ആ എന്താണ് പൊള്ളങ്ങൾ കാണുമായിരുന്നെങ്കിൽ രുക്മിണി ആൻറ്റിക്ക് ഒരിക്കലും ദേഷ്യം തോന്നില്ലായിരുന്നു എന്ന് സ്വന്തം വിചാരിച്ചു. അങ്ങനെ മൃദു വിചാരിച്ചു. ആൻഡ് ടേക്കിംഗ് എ ഡീപ് ബ്രെത്ത് she said, രുക്മിണി, ദർ വാസ് എ ബെഗർ ഹിയർ. ഒരു ബെഗർ ഉണ്ടായിരുന്നു, പുവർ തിങ്, വളരെ പാവപ്പെട്ട ആളായിരുന്നു. ഹി ഹാഡ് സച്ച് ബോയിൽസ് ഓൺ ഹിസ് ഫീറ്റ്. അപ്പോൾ പൊള്ളം വന്നിട്ടുണ്ടായിരുന്നു ഈ ചൂടത്ത് റോഡിലൂടെ നടന്നിട്ട്. സോ അതിന് രുക്മിണി ഗ്രിംലി ടേണിങ് ടു രവിയോട് തിരിഞ്ഞിട്ട് ചോദിച്ചു, യു ഗേവ് ദ മ്യൂസിക് മാസ്റ്റേഴ്സ് ചപ്പൽ ടു ദ ഓൾഡ് ബെഗർ ഹൂ ടേൺസ് അപ്പ് ഹിയർ. നീ ആ മ്യൂസിക് മാസ്റ്ററുടെ ചപ്പൽ ആ ബെഗറിന് എടുത്തു കൊടുത്തോ, എന്ന് വരുന്ന ആ ബെഗറിന്? അപ്പോൾ ചിൽഡ്രൻ ദീസ് ഡേയ്സ് ഗ്രൂൺ പാർട്ടി, ഈ പിള്ളേരെ കൊണ്ട് തോറ്റു എന്ന് പാർട്ടി പറയാം. മുത്തച്ഛി പറഞ്ഞു, അമ്മ, ഡിഡ് യു ടെൽ മീ അബൌട്ട് കർണ ഹു ഗേവ് എവേ എവറിത്തിങ് ഹി ഹാഡ്, ഈവൻ ഹിസ് ഗോൾഡ് ഇയർ റിങ്സ്. ഹി വാസ് സോ കൈൻഡ് ആൻഡ് ജനറസ്. അപ്പോൾ അമ്മ, രുക്മിണി അമ്മയാണ് രവിയുടെ. അപ്പോൾ അമ്മയല്ലേ പറയുന്നത് നിങ്ങൾ കൈൻഡ് ആയിരിക്കണം, മറ്റുള്ളവരായിട്ട് ജനറസ് ആയിരിക്കണം എന്നൊക്കെ. അപ്പോൾ കർണനെക്കുറിച്ച് പറഞ്ഞല്ലേ, കർണൻ അവൻ്റെ കവച കൊണ്ടെല്ലാങ്ങളെല്ലാം എടുത്തു കൊടുത്തു, എല്ലാം കൊടുത്തു. അപ്പോൾ അത്രയും ജനറസ് ആയ, അത്രയും കൈൻഡായ ആളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ട് ഞങ്ങളങ്ങനെ ഞാനും അപ്പോൾ അങ്ങനെ ദയ കാണിച്ചാണെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോൾ സില്ലി സ്നാപ്ഡ് രുക്മിണി ഒരു അടി കൊടുത്തു രവിക്ക്. കർണ ഡിൻ ഗിവ് എവേ അതർ പീപ്പിൾസ് തിങ്സ്, ഹി ഓൺലി ഗേവ് എവേ ഹിസ് ഓൺ. അപ്പോൾ മറ്റുള്ളവരുടെ സാധനങ്ങളല്ല കർണൻ കൊടുത്തത്, കർണൻ സ്വന്തം സാധനങ്ങളാണ് കൊടുത്തത്. ബട്ട് മൈ ചപ്പൽസ് വുഡിൻറ്റ് ഹാവ് ഫിറ്റഡ് ബെഗേഴ്സ് ഫീറ്റ്. അപ്പോൾ രവി പറയണേ, എൻ്റെ ചപ്പലാണെങ്കിൽ ആ ബെഗറിന് ഫിറ്റ് ആവുമായിരുന്നില്ല, പാകം ആവുമായിരുന്നില്ല. രവി റെസ്റ്റ് ബ്രാഷ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ആൻഡ് അമ്മ, ഇഫ് ദേ ഡിഡ് ഫിറ്റ് വുഡ് യു റിയലി നോട്ട് ഹാവ് മൈൻഡഡ്. അപ്പോൾ ശരിക്കും അത് ബെഗറിന് ഫിറ്റ് ആവുമായിരുന്നു, ഞാൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, കുഴപ്പമുണ്ടാവുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ രവി സെഡ് രുക്മിണി, വെരി ആംഗ്രി നൗ, കൂടുതൽ ദേഷ്യം വന്നു. ഗോ ഇൻസൈഡ് ദിസ് മിനിറ്റ്, ഈ നിമിഷം ഉള്ളിൽ പോകാം, വീട്ടിനുള്ളിൽ കയറാൻ പറഞ്ഞു. ഷീ ഹറീഡ് ഇൻഡോഴ്സ് ആൻഡ് ബ്രോട്ട് ഔട്ട് ഗോപു മാമാസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പൽസ്. അപ്പോൾ രുക്മിണി ഉള്ളിൽ പോയിട്ട് ഗോപു മാമ, ഹസ്ബൻഡിൻ്റെ ഈ ഒരു പുതിയ ചപ്പൽ, അദ്ദേഹം ഉപയോഗിക്കാത്ത ഒരു ചപ്പൽ എടുത്തിട്ട് വന്നു. ദീസ് ഷുഡ് ഫിറ്റ് യു. അപ്പോൾ സർ, പ്ലീസ് പുട്ട് ദീസ് ഓൺ, ഐ ആം സോ സോറി, മൈ സൺ ഹാസ് ബീൻ വെരി നോട്ടി. അപ്പോൾ രുക്മിണി ആ ചപ്പൽ മ്യൂസിക് മാസ്റ്റർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പാകാവും, ഇത് ഇട്ടോളൂ, പ്ലീസ് പുട്ട് ഓൺ, ഐ ആം സോ സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു, എൻ്റെ മകൻ ഈയിടെയായിട്ട് ഭയങ്കര വികൃതിയാണ്. മ്യൂസിക് ടീച്ചേഴ്സ് ഐസ് ലിറ്റ് അപ്പ്, സന്തോഷം തോന്നി. ആൻഡ് ഹി പുട്ട് ദെം ഓൺ ട്രൈങ് നോട്ട് ടു ലുക്ക് ടു ഹാപ്പി. ഒരുപാട് സന്തോഷം ഭാവിച്ചില്ല, സന്തോഷമായി അയാൾക്ക്. എന്താ പറഞ്ഞാൽ അയാളുടെ ചപ്പൽ പഴയതായിരുന്നു, ഇത് നല്ലവണ്ണം പുതിയൊരു ചപ്പലായിരുന്നു. വെൽ, ഐ സപ്പോസ് ദീസ് വിൽ ഹാവ്
ടു ഡു. അപ്പോൾ ഓക്കെ, ഇത് കുഴപ്പമില്ല, സാരില്ല. ദീസ് ഡേയ്സ് ചിൽഡ്രൻ ഹാവ് നോ റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്. അപ്പോൾ ആ മ്യൂസിക് മാസ്റ്റർ പറയാണ്, ഈ പിള്ളേർക്ക് വലിയ ആൾക്കാർ ഒരു റെസ്പെക്റ്റും ഇല്ല. വാട്ട് ടു ഡു, എന്ത് ചെയ്യാം? ഹനുമാൻ ഇൻകാർണേറ്റ്, ഹനുമാൻ്റെ ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങൻ. ഓൺലി രാമ ക്യാൻ സേവ് സച്ച് എ നോട്ടി ഫെലോ. അപ്പോൾ ഓൺലി രാമന് മാത്രമേ ഇവരെയൊക്കെ എന്ന് സേവ് ചെയ്യാൻ, രക്ഷിക്കാൻ പറ്റുള്ളൂ, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രുക്മിണീസ് ഐസ് ഫ്ലാഷ്ഡ്. രുക്മിണിക്കും ദേഷ്യം വന്നു. ഷീ ഡിൻ സീം ടു ലൈക്ക് രവി ബീങ് കോൾഡ് എ മങ്കി. രവിയെ മങ്കി ആയിട്ട് പറഞ്ഞത് രുക്മിണിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ ഹോളി മങ്കി, ഹനുമാൻ്റെ ദൂതനായിട്ട് പറഞ്ഞ അതുകൊണ്ട് എന്നിട്ടും രുക്മിണിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഷീ സ്റ്റുഡ് സ്റ്റിഫ് ആൻഡ് സ്ട്രെയിറ്റ് ഓൺ ദ ഫ്രണ്ട് ഡോറിൽ കുറച്ച് സ്റ്റിഫായിട്ട് ദേഷ്യം വന്ന പോലെ നിന്ന്. ആൻഡ് ഇറ്റ് വാസ് ക്ലിയർ ഷീ വാണ്ടഡ് ഹിം ടു ലീവ് ക്വിക്ക്ലി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുമായിരുന്നു രുക്മിണി വിചാരിച്ചു ഇയാൾ പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നാണ് രുക്മിണി വിചാരിച്ചത്, പെട്ടെന്ന് പോക്കോട്ടെ എന്ന്. വെൻ ഷീ ഹാഡ് ക്ലാറ്റേർഡ് ഓഫ് ഇൻ ഹിസ് ന്യൂ ചപ്പൽസ് ഷീ സെഡ്. ക്ലാറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചപ്പൽ കൊണ്ട് നടന്നപ്പോൾ വരുന്ന സൗണ്ടായിരുന്നു. അപ്പോൾ ആ ചപ്പൽ വിട്ട് അയാൾ പോയി. മൃദു കെയിം ഇൻ, മൃദു കം ഇൻ ആൻഡ് ഹാവ് സം ടിഫിൻ. അപ്പോൾ വന്നിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഹോണസ്റ്റ്ലി, ഹൗ ഡു യു ചിൽഡ്രൻ തിങ്ക് ഓഫ് സച്ച് തിങ്സ്? നിങ്ങളെങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? താങ്ക് ഗോഡ് യുവർ ഗോപു മാമ ഡസൻ വിയർ ദിസ് ചപ്പൽ ടു വർക്ക്. നന്നായി ഈ ഗോപു മാമ ഈ ചപ്പൽ ഓഫീസിലൊരു വർക്കിൽ വേണ്ടി ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ആ മ്യൂസിക് ടീച്ചർക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആസ് ഷീ വാക്ക് ടുവേർഡ്സ് ദ കിച്ചൺ വിത്ത് മൃദു ആൻഡ് മീന ഷീ സഡൻലി ബിഗാൻ ടു ലാഫ്. അപ്പോൾ മൃദുവും മീനയും കൂട്ടിയിട്ട് കിച്ചണിലോട്ട് നടന്നു പോകുമ്പോൾ രുക്മിണി ആൻറ്റി ചിരിക്കാൻ തുടങ്ങി. But he's always in such hurry to throw off his shoes and socks and get into his chappals as soon as he comes here. അപ്പോൾ ഗോപു മാമനെ കുറിച്ചാണ് പറയുന്നത്. ഗോപു മാമ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഷൂസും സോക്സും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചപ്പലെടുത്തിടും. അത്ര ഇഷ്ടമായിരുന്നു ചപ്പൽ. വാട്ട്സ് യുവർ മാമ ഗോയിങ് ടു സേ ഇൻ ദിസ് ഈവനിങ് വെൻ ഐ ടെൽ ഹിം ഐ ഗേവ് ദ ചപ്പൽസ് ടു ദ മ്യൂസിക് മാസ്റ്റർ. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഗോപു മാമ ചെയ്യാൻ പോണത്? ഞാൻ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ പറയും ഞാൻ ഗോപു മാമേൻ്റെ ചപ്പൽ മ്യൂസിക് ടീച്ചർക്ക് എടുത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റെസ്പോൺസ്, റിയാക്ഷൻ? അതിനെക്കുറിച്ച് ആലോചിച്ച് ചിരിച്ചു പോയതാണ്. അപ്പോൾ ഇതായിരുന്നു സ്റ്റോറി. ഏതായിരുന്നു ഗിഫ്റ്റ് ഓഫ് ചപ്പൽസ് എന്ന ഈ പാഠം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.